എല്ലാവർക്കും വസുദേവ കുടുംബത്തിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് അയ്യപ്പസ്വാമിയുടെ കാര്യങ്ങളാണല്ലോ പറയുന്നത്. നമുക്ക് ഇനി നെയ്യ് നിറയ്ക്കുന്നതിനെക്കുറിച്ച് കുറേ നാളുകളായിട്ട് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ നമ്മളവിടേക്ക് എത്തിയിട്ടില്ലായിരുന്നു അല്ലേ. അപ്പോൾ നെയ്യ് നിറയ്ക്കുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നെയ്യ് നിറയ്ക്കേണ്ടത്, എന്തായിരിക്കണം നമ്മുടെ ഭാവം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കിന്ന് പറയാം. അപ്പോൾ നെയ്യ് നിറയ്ക്കുമ്പോൾ നമ്മൾ തൃപ്പടി ചവിട്ടി കയറുമ്പോൾ നമ്മുടെ ബോധമണ്ഡലം ഉയരുന്നുണ്ട്. ഈ തൃപ്പടി ചവിട്ടി കയറുമ്പോൾ നമ്മളിലേക്ക്, അല്ലെങ്കിൽ നമ്മളവിടെ അഭിഷേകം ചെയ്യുന്ന ആ നെയ്യുണ്ടല്ലോ, അതെങ്ങനെയുള്ളതായിരിക്കണം? ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യ് തന്നെ ആയിരിക്കണം നെയ്യഭിഷേകത്തിന് വേണ്ടിയിട്ട്. ഭഗവാൻ അഭിഷേകപ്രിയനാണല്ലോ, നെയ്യഭിഷേകമാണ് ഭഗവാൻ ഏറ്റവും പ്രിയം എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നോ, നമ്മൾ ഇവിടെ നെയ്യ് എന്ന് പറയുന്നത് പ്രാണൻ്റെ പ്രതീകമാണ്, നമ്മുടെ ജീവാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് നെയ്യിനെ കാണുന്നത്. അതായത് നമ്മളിവിടെ നിന്ന് നിറച്ചു കൊണ്ടുപോകുന്ന നെയ്യ് വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നത് വഴി നമ്മൾ ജീവാത്മാവായിട്ടുള്ള നമ്മൾ പരമാത്മാവായിട്ടുള്ള സാക്ഷാൽ ഭഗവാനിൽ ലയിച്ചു എന്നാണ് അർത്ഥം. ഇനി ഇതിൻ്റെ പുറന്തോടായിട്ടുള്ള ചിരട്ട, നാളികേരം, ഇതൊക്കെ നമ്മുടെ ബോഡിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നെയ്യ് നിറച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യും? ഇതിനെ ആഴിയിൽ സമർപ്പിക്കും ഇല്ലേ. ആഴിയിൽ സമർപ്പിക്കുന്നതിന് മുൻപ് ആഴിയെ നമ്മളൊന്ന് പ്രദക്ഷിണം ചെയ്യണം. എന്നിട്ട് ഈ ആഴിയിൽ നമ്മൾ ഈ ബോഡി എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അതിനെ അവിടെ എരിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഇതോടെ ശബരിമല ദർശനത്തിൻ്റെ ആ ഒരു കർമ്മം സമാപ്തമാവുകയാണ്. അതായത് നമ്മുടെ ബോഡി എരിച്ച് കളയാണല്ലോ ചെയ്യുന്നത്. അതായത് ഇതോട് കൂടിയിട്ട് നമ്മുടെ ആ ഒരു മലിനമാക്കപ്പെട്ടിട്ടുള്ള ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ശരീരബോധം, ഇതിനെയെല്ലാം ഇവിടെ എരിച്ച് കളഞ്ഞുകൊണ്ട് ഒരു ശുദ്ധാത്മാവായിട്ടാണ് ഞാൻ മലയിറങ്ങുന്നത് എന്ന സങ്കല്പത്തോടെ ആയിരിക്കണം പിന്നീട് നമ്മൾ തിരിച്ചു വരുന്നത്. അതായത് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം മല ചവിട്ടി തിരിച്ചിറങ്ങുന്ന അയ്യപ്പൻ ഒരു പുതിയ വ്യക്തിയായിട്ടുണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ ബോഡി എരിച്ച് കളയണമെന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ സ്വയം അഗ്നിക്ക് സമർപ്പിച്ച് തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ മരിച്ചതായിട്ട് സങ്കല്പിക്കുന്നു എന്നൊന്നല്ല അർത്ഥമാക്കേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ ശരീരബോധത്തെ നമ്മളവിടെ എരിച്ച് കളയാണ്. അതായത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു വ്രതാനുഷ്ഠാനം അവസാനിപ്പിക്കുന്നത് അല്ലേ. ഇനി ഈ തേങ്ങയിൽ നെയ്യ് ഒഴിക്കേണ്ടുന്ന കർമ്മം ഉണ്ടല്ലോ, അത് വളരെ ശുദ്ധ വൃത്തിയോട് കൂടിയിട്ട് ചെയ്യേണ്ടതാണ്. അതായത് ഒത്തിരി നിഷ്ഠകൾ അല്ലെങ്കിൽ ചില സങ്കല്പങ്ങളൊക്കെ ഈ ഒരു തേങ്ങയ്ക്കുണ്ടെന്ന് പറയാം. ഇവിടെ ഏറ്റവും അടിയിലായിട്ട് 6 ദേവതാ സങ്കല്പങ്ങളാണ് ഇതിനുള്ളത്. തേങ്ങയുടെ ഏറ്റവും അടിയിലായിട്ട് ആരുണ്ട്? ബ്രഹ്മാവുണ്ട്. മധ്യത്തിലായിട്ട് വിഷ്ണു ഉണ്ട്. ഇനി ആ 3 കണ്ണുകളുണ്ടല്ലോ, അതിന് താഴെയായിട്ട് കഴുത്തിനെയാണ് സങ്കല്പിക്കുന്നത്. ഇത് ശിവസങ്കല്പമാണത്രേ. ഇനി ഈ 3 ദേവതമാരുടെയും കൂടെ ആരുണ്ട്? ഇവരുടെ എല്ലാം ഭാര്യമാരായ ലക്ഷ്മി, സരസ്വതി, ഗൗരി സമേതന്മാരായിട്ടാണ് ഭഗവാൻ അവിടെ വസിക്കുന്നത്. അങ്ങനെ ഈ 6 ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ തേങ്ങയിൽ കാണാനായിട്ട് സാധിക്കും. ഇനി ഇത് മാത്രമല്ല, നമ്മൾ നെയ്യ് നിറയ്ക്കുമ്പോൾ എന്ത് പറയണം? നമ്മുടെ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ കർമ്മങ്ങളും ക്ഷമിക്കണേ ഭഗവാനെ എന്ന സങ്കല്പത്തോടെ വേണം നമ്മൾ നെയ്യ് നിറയ്ക്കാനായിട്ട്. ശുദ്ധ ഭക്തി ഭാവത്തോടെ ഞാൻ ഈ നെയ്യ് നിറയ്ക്കുന്നു, ഇത് സ്വീകരിക്കണേ ഭഗവാനെ എന്ന് കരുതിയിട്ട് വേണം, ആ ഒരു സങ്കല്പത്തോടെ വേണത്രേ നമ്മൾ നെയ്യ് നിറയ്ക്കാനായിട്ട്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഈ നെയ്യ് നിറയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഗന്ധം, ചന്ദനം, പുഷ്പം എന്നിവ കൊണ്ട് സങ്കല്പ പൂജ ചെയ്തുകൊണ്ട്, അതെല്ലാം അതിനെ സങ്കല്പിച്ചുകൊണ്ട് പൂജിച്ചുകൊണ്ട് വേണം നമ്മളാകുന്ന പ്രാണനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് നെയ്യ് നിറയ്ക്കേണ്ടത്. ആ ഒരു ഭാവത്തിനാണ് ഇവിടെ പ്രാധാന്യം. എന്നിട്ട് നെയ്യ് നിറച്ച് പിന്നെ നമ്മൾ പറഞ്ഞുല്ലോ, ആഴിയിൽ തേങ്ങ സമർപ്പിച്ച് എരിച്ച് കളഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് മല ഇറങ്ങുന്നത്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഗുരുസ്വാമിക്ക് ഒരുപാട് പ്രത്യേകതയുണ്ടെന്ന് പറഞ്ഞു. കാരണം ഭഗവാന് ഗുരുതത്വം കൂടിയുണ്ട്. അതായത് ശബരിമലയിലുള്ള ശാസ്താവ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഗുരുവാണ് അല്ലേ. ശാസിച്ച് പഠിപ്പിക്കുന്നവനാണ് ശാസ്താവ് എന്ന് പറയും. അപ്പോൾ അവിടെ ഗുരുതത്വത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗുരുവിന് എന്തായാലും ഒരു ഗുരുസ്വാമി ഉണ്ടായിരിക്കുമല്ലോ. ഈ ശബരിമല യാത്രയ്ക്ക് കൂട്ടായിട്ടൊരു ഗുരുസ്വാമി നിർബന്ധമായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഗുരുസ്വാമിയിൽ നിന്ന് നമ്മൾ മാല സ്വീകരിക്കുമ്പോഴും ഊരുമ്പോഴൊക്കെ നമ്മൾ മുദ്രാധ്യാനമൊക്കെ ചെയ്യണം എന്ന് പറയും. ഇനിയിപ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും അറിയില്ല വെച്ചാലും നമ്മുടെ മന്ത്രം എന്തായിരിക്കണം? സ്വാമിയേ ശരണമയ്യപ്പ എന്ന മന്ത്രം തന്നെ മതിയാകും.
ഇനി ഈ മുദ്രാമന്ത്രം എന്നുള്ളതുകൊണ്ട് എന്താ, അതായത് 14 പേരുകളുള്ള മുദ്രകൾ സങ്കല്പിച്ചുകൊണ്ടാണ് മുദ്രാമന്ത്രം ജപിക്കേണ്ടത്. ഇനി നമുക്ക് മുദ്രാധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആ ധ്യാനമാണ് പറയുന്നത്. ജ്ഞാനമുദ്രാം ശാസ്ത്രമുദ്രാം ഗുരുമുദ്രാം നമാമ്യഹം, വനമുദ്രാം ശുദ്ധമുദ്രാം രുദ്രമുദ്രാം നമാമ്യഹം, ശാന്തമുദ്രാം സത്യമുദ്രാം വ്രതമുദ്രാം നമാമ്യഹം, ശബര്യാശ്രമ സത്യേന മുദ്രാ പാതു സദാമിമേ. ഈ മുദ്രകൾ എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ഗുരുദക്ഷിണയാ പൂർവം തസ്യാനുഗ്രഹകാരിണേ ശരണാഗതമുദ്രാഖ്യം തന്മുദ്രാം ധാരയാമ്യഹം, ചിന്മുദ്രാം ഖേചരീമുദ്രാം ഭദ്രരുദ്രാം നമാമ്യഹം, ശബര്യാചലമുദ്രായേ നമസ്തുഭ്യം നമോ നമ. അതായത് സ്വാമിയുടെ ചിന്മുദ്രയുണ്ടല്ലോ, ആ ചിന്മുദ്ര എന്നെ രക്ഷിക്കട്ടെ. എന്ത് ഈ ചിന്മുദ്രയുടെ ഒരു തത്വം എന്ന് പറയുന്നത്, അതായത് ഭഗവാൻ ഇവിടെ ചിന്മുദ്ര പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്, അതായത് പട്ടബന്ധത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞുള്ള ഒരു യോഗിക് പോസ്ചറാണ്. അപ്പം അദ്ദേഹം പിടിച്ചിരിക്കുന്നത് ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ ചിന്മുദ്രയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ത്രിഗുണങ്ങളായിട്ടുള്ള സത്വ രജ തമോ ഗുണങ്ങളെയാണ് ഈ 3 വിരലുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നടുവിരൽ അഹങ്കാര തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മോതിര വിരലാണെങ്കിലോ മായയെയാണ് സൂചിപ്പിക്കുന്നത്. ചെറുവിരൽ കർമ്മത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ 3ഉം അശുദ്ധികളാണ്. ഇതിനെ ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ജീവാത്മാ പരമാത്മാ ഐക്യം സാധ്യമാകും. അതായത് ജീവാത്മാവിനും പരമാത്മാവിനും ഒരു സംയോഗം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ചിന്മുദ്രയുടെ തത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് സ്വാമിയുടെ ചിന്മുദ്രയെ നമസ്കരിക്കുന്നു, ശബരിമല എന്ന മുദ്രയെ നമസ്കരിക്കുന്നു. ഇനി ഈ സമയത്താണ് ഗുരുസ്വാമി ഈ ശരണമയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന മുദ്രാമന്ത്രം ഈ സ്വാമിക്ക് ഉപദേശിച്ചു കൊടുക്കുന്നത്, ഗുരുസ്വാമി ഉപദേശിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് മുതൽ ഇത് നിൻ്റെ മുദ്രാമന്ത്രമാണ്, ഇത് നിന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗുരുസ്വാമി ഈ ഒരു മുദ്രാമന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് അത്രേ. ഈ സമയത്ത് നമ്മൾ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കണമെന്ന് പറയും. ഇനി ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കേണ്ട 7 സന്ദർഭങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഈ മുദ്ര സ്വീകരിക്കുന്ന സമയത്ത്, പിന്നീട് വനയാത്ര തുടങ്ങുമ്പോൾ, എരുമേലിയിൽ പേട്ട തുള്ളുമ്പോൾ, അഴുതയിൽ കല്ല് വാങ്ങുമ്പോൾ, അതുപോലെ പമ്പയിൽ കെട്ട് താങ്ങുമ്പോൾ, പടിവെട്ടിറങ്ങി കെട്ട് താങ്ങുമ്പോൾ, സ്വഗൃഹത്തിലെത്തി മാലയൂരുമ്പോൾ. ഇങ്ങനെ 7 സന്ദർഭങ്ങളിലാണത്രേ ഗുരുസ്വാമിക്ക് ദക്ഷിണ കൊടുക്കേണ്ടത്. ഇനി ദക്ഷിണ എന്ന് പറയുന്നത് നമുക്ക് അനവധി പണം കൊടുക്കണം എന്നൊന്നുമില്ല. നമ്മളൊരു കോയിൻ കൊടുത്താലും മതി. ഒരിക്കലും ധനത്തിൽ ആകൃഷ്ടനായിട്ട് ദക്ഷിണ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഉള്ള ഒരു ഗുരുസ്വാമി ആകരുത്. ഒരു ഗുരുസ്വാമി ഒരിക്കലും ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത് എന്ന് പറയും. ഇനി മാല ഊരുന്ന സമയത്ത് അപ്പോൾ ഈ വ്രതമോചന മന്ത്രം ജപിക്കാം. ഇനി ഇതൊന്നുമില്ലെങ്കിലും സാധാരണയായിട്ട് നമുക്കറിയാവുന്ന സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രം ജപിച്ചാലും മതി. ഇനി ഈ മാല ഇടുന്ന സമയത്ത് നമ്മൾ പറയും, നമ്മുടെ ശരീരം മലിനമാണല്ലോ, അശുദ്ധിയാണല്ലോ നമ്മുടെ ശരീരം, ആ മാലിന്യം നീങ്ങി ശുദ്ധമാക്കപ്പെടുന്നുണ്ടെന്ന് പറയും. അതായത് മാല ഇടുമ്പോൾ മുതൽ നമ്മൾ ഭഗവാന്റെ ആ ഒരു ഭൂതവൃന്ദങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ഭൂതഗണങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഭൂതവൃന്ദങ്ങളുടെ സംരക്ഷണയിലായിരിക്കുമെന്ന് പറയും. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിലെ മലിനോർജം ഇല്ലാതാവുന്നുണ്ട്. അപ്പം നമ്മുടെ ജന്മം എന്ന് പറയുന്നത് പൂർവജന്മ കൃതം ആണ് നമുക്ക് ഈ ശരീരം കിട്ടിയിട്ടുള്ളത്. അതായത് നമ്മുടെ കർമ്മങ്ങളുടെയും വാസനകളുടെയും എല്ലാം ഫലമായിട്ടാണ് നമുക്കൊരു പുതിയ ജന്മം കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെ അനുഷ്ഠിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് അടുത്ത ജന്മം. അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങളിലെ പാപങ്ങളുടെ കെട്ടും ഭാരവും ഒക്കെ പേറിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, നാമം ജപിക്കുമ്പോൾ കോട്ടുവായിടുന്നു, ഉറക്കം വരുന്നു. എന്തുകൊണ്ടാണ്? ആ നല്ലത് ചെയ്യാൻ നമ്മളെ ഈ മലിനോർജം സമ്മതിക്കില്ല. അപ്പോൾ മാല ധരിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ഈ മലിനോർജം എർത്ത് ചെയ്ത് പോവാണ്. മാല ധരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയ്യപ്പന്മാരൊന്നും ചെരുപ്പ് ധരിക്കില്ല അല്ലേ? അപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എർത്തുമായിട്ടൊരു കണക്ഷൻ വരുന്നുണ്ട് നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഈ മലിനോർജം മുഴുവൻ എർത്ത് ചെയ്ത് പോകുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇനി അപ്പോൾ ഇതൊക്കെയാണ് ഈ മാല ധരിക്കുന്നതിലൂടെ, മുദ്രാമാല ധരിക്കുന്നതിലൂടെ നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ.
ഇനി ശരണം വിളിയുടെ പ്രാധാന്യം എന്താണ് എന്ന് നോക്കാം. ശരണം വിളിക്കുന്നത് ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ഉയരുന്നുണ്ട്. ശരണം വിളിച്ചു തുടങ്ങേണ്ടത് സ്വാമിയെ ശരണം അയ്യപ്പ എന്നാണ്. ഇനി അവസാനിപ്പിക്കേണ്ടതോ ഹരിഹര സുതൻ അയ്യനയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ എന്നാണ്. ഇവിടെ നമ്മൾ ജ്യോതിശാസ്ത്രപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനുഷ്യശ്വാസം എന്ന് പറയുന്നത് 12 അങ്കുലം നീളമുള്ളതാണ് എന്നാണ് പറയുന്നത്. ഇനി ഈ ശരണം വിളി 9 അങ്കുലം നീളത്തിൽ വേണമെന്ന് പറയും. അതായത് നല്ലോണം നീട്ടി വിളിക്കണം അത്രേ. എന്തിനു വേണ്ടിയിട്ടാണ് ശരണം വിളിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള കുണ്ഡലിനി ശക്തിയെ ഉണർത്താനായിട്ടാണ് ശരണം വിളിക്കേണ്ടത്. ഈ കുണ്ഡലിനി ശക്തി ഒരു സർപ്പാകൃതിയിൽ ഒരു ഊർജ രൂപമാണ്. ഇത് മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. ഇതിനെ ഉണർത്തി സഹസ്രാര പത്മത്തിലേക്ക് ഉയർത്തണം. എന്നിട്ട് അത് മുകളിലേക്കും താഴേക്കും ഈ ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് മല ചവിട്ടാനുള്ള ഒരു എനർജി കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ കുണ്ഡലിനി ശക്തിയെ ഉണർത്താനായിട്ട്, കുണ്ഡലിനി ശക്തിക്ക് അനവധി പ്രയോജനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ കുണ്ഡലിനി ശക്തിയെ ഉണർത്തുന്നതിന് വേണ്ടിയിട്ട് ശരണം വിളി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇനി ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും ഇല്ലേ. ഇനി ഈ ഒരു കുണ്ഡലിനി ശക്തിയെ ഉണർത്താനായിട്ട് ഇപ്പം ഒരു ദിവസം ശരണം വിളിച്ചത് കൊണ്ട് മാത്രം നമുക്ക് കുണ്ഡലിനി ശക്തി ഉണരില്ല. അപ്പം അതുകൊണ്ട് ദിവസങ്ങളോളം തുടരുന്ന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ 41 ദിവസത്തെ വ്രതമൊക്കെ വേണമെന്ന് അതുകൊണ്ടാണ് പറയുന്നത്. ഈ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തോടെ ശരീരവും മനസ്സും ശുദ്ധമാക്കി ശരണം വിളിയിലൂടെ ആ ഒരു ഭക്തി നിഷ്ഠയോടെ ജീവിക്കുമ്പോൾ കുണ്ഡലിനി ശക്തി 100% ഉണരുകയും അങ്ങനെ മല ചവിട്ടി അയ്യപ്പനുമായിട്ട് ഒരു സാക്ഷാത്കാരം നേടാനായിട്ട് നമുക്ക് സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു ശരണം വിളിയിലൂടെ നമ്മളെ കാമക്രോധാദികൾ ഇതെല്ലാം നമ്മളെ വിട്ടൊഴിയുന്നുണ്ട്. അതുപോലെ രോഗപീഠകൾ ഒഴിഞ്ഞു പോകുന്നു. എങ്ങനെയാണ് നമുക്ക് അസുഖം വരുന്നത്? നമ്മുടെ ശരീരത്തിലെ ത്രിദോഷങ്ങളായിട്ടുള്ള വാത പിത്ത കഫ ദോഷങ്ങൾ, ഇതാണ് ത്രിദോഷങ്ങൾ. ഇത് വിട്ടൊഴിയുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അസുഖങ്ങളും മാറി നമ്മൾ അരോഗ ദൃഢഗാത്രരായിട്ട് മാറും എന്നാണ് പറയുന്നത്. അതുപോലെ നമുക്ക് ജീവിതത്തിൽ ഒരു വിഘ്നങ്ങളും സംഭവിക്കുന്നില്ല. ഈ മാലയിട്ട സ്വാമിമാർക്ക് സർവം ശുഭമായിരിക്കും എന്നാണ് ഭഗവാൻ ഉറപ്പ് തരുന്നത്. ഇനിയോ പിന്നെ ഈ വനയാത്രയിൽ നമുക്ക് മറ്റാരും തുണയില്ല. ഭഗവാനിലുള്ള ഒരു വിശ്വാസവും ഈ ശരണം വിളിയും 41 ദിവസത്തെ നിഷ്ഠയോടെയുള്ള വ്രതവും മാത്രമാണ് നമ്മളെ തുണയ്ക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ഒരു വന്യമൃഗങ്ങളുടെ ഉപദ്രവങ്ങളില്ലാതിരിക്കാനായിട്ട് എല്ലാം നമ്മളെ ഈ ശരണം വിളി സഹായിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു സബ്ജക്റ്റീവ് മൈൻഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ളൊരു പവറൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈ ശരണം വിളിക്കുമ്പോൾ നമ്മളിൽ അതിതീവ്രമായിട്ടുള്ള ഊർജം ഉണരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും എന്ന ഒരു ദൃഢമായിട്ടുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കുകയാണ്. അങ്ങനെയാണത്രേ നമുക്ക് എല്ലാറ്റിൽ നിന്നും എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ആ ഒരു ജീവാത്മ പരമാത്മ സംയോഗത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. ശരണം വിളിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള 72,000 നാഡികളും ശുദ്ധമാക്കപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ നമുക്കിത് സാധ്യമാവുന്നുണ്ട്. ഇപ്പം ലളിതാ സഹസ്രനാമം പോലെയുള്ള ചില നിഷ്ഠകളുണ്ടല്ലോ. അതായത് ഇത് ചൊല്ലുന്നതിന് ഒരു രീതിയുണ്ട്. അതായത് ചില സ്ഥലങ്ങളിൽ ഉറപ്പിച്ച് പറയണം. അതുപോലെ ചില ഉയർച്ച താഴ്ചകളൊക്കെ കുറച്ച് വോയിസ് മോഡുലേഷൻസ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ജപങ്ങളെല്ലാം ചെയ്യേണ്ടത്. ഇതിനൊരു പ്രത്യേക നിഷ്ഠയുണ്ട്. ആ ശരിയായ രീതിയിൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ പോലും മാറുമെന്നാണ് പറയുന്നത്. കാരണം ഇതൊരു താളാത്മകമായിട്ടുള്ള രീതിയിലാണ് ഇത് സംഭവിക്കുന്നത്. പ്രാണായാമം ചെയ്യുന്ന സെയിം ഇഫക്റ്റ് ആണ് അത്രയും നമുക്ക് ഇതുവഴി ലഭിക്കുന്നത്. നമ്മൾ ബ്രീത്തിങ് എക്സസൈസസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആ ഒരു സെയിം ഇഫക്റ്റാണ് നമ്മൾ ഈ ഒരു മന്ത്രജപത്തിലൂടെ അല്ലെങ്കിൽ ശരണം വിളിയിലൂടെ നമുക്ക് സാധ്യമാവും. ഇനി ശരണം വിളിയിലെ ഷ ണ എന്നീ 2 അക്ഷരങ്ങൾ ഇത് എന്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? ഈ 2 അക്ഷരങ്ങൾ നമ്മൾ ഉച്ചരിക്കുന്നത് വഴി എന്ത് സംഭവിക്കും? മൂലാധാരം മുതൽ വിശുദ്ധി വരെയുള്ള 5 ദേവതമാരെയും 5 പ്രാണനെയും ഏകീകരിപ്പിച്ച് സത്വരജോ തമോ ഗുണങ്ങളായിട്ടുള്ള പ്രകൃതി
ആ ഒരു പ്രകൃതി ശക്തി ഉണ്ടല്ലോ, ഇച്ഛാശക്തി, അതുപോലെ ക്രിയാശക്തി, ജ്ഞാനശക്തി, ഇതിൽ ലയിപ്പിച്ച് ഭക്തനെ പരമപദത്തിൽ എത്തിക്കാനായിട്ട് പ്രാപ്തനാക്കുന്നുണ്ട് ഈ ഒരു രണ്ടക്ഷരങ്ങൾ. ഇനി ഈ ഷ എന്ന അക്ഷരം ബ്രഹ്മസാക്ഷാത്കാരത്തിന് ഉതകുമെന്നാണ് പറയുന്നത്. അതുപോലെ പഞ്ചപ്രാണ സങ്കല്പങ്ങൾ ഷ എന്ന അക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇനി നഗാരത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ആത്മതത്വത്തെ മനസ്സിലാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കുണ്ടലി എന്ന പേരിലാണത്രേ അറിയപ്പെടുന്നത്. പരാകുണ്ടലി എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്താനായിട്ട് സഹായിക്കുന്നതാണ് പരാകുണ്ടലി. ഇനി രാ എന്ന അക്ഷരം നമ്മൾ രാമ രാമ എന്ന് ജപിക്കുമ്പോൾ അതിനൊരുപാട് പവർഫുള്ളായിട്ടുള്ള ഒരു മന്ത്രമാണെന്ന് പറയും ഇല്ലേ? ഇതിലെ രകാരം, ഈ രകാരത്തിന് നല്ല വൈബ്രേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ രാ എന്ന അക്ഷരം ഈ അമൃതശ്രവണം കഴിഞ്ഞ് ഉയർന്നു നിൽക്കുന്ന കുണ്ടലിനിയെ താഴേക്ക്, അതായത് കുണ്ടലിനി ശക്തിയെ ഉയർത്താനും താഴ്ത്താനും സഹായിക്കുന്നത് ഈ അക്ഷരങ്ങളാണത്രേ. അതുകൊണ്ടാണ് ഈ ഷ ണ എന്ന രണ്ട് അക്ഷരങ്ങൾ കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ഉയർത്തുന്നുണ്ടെങ്കിൽ രാ എന്ന അക്ഷരം അതിനെ താഴേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഊർജത്തിൻ്റെ ഒരു പ്രവാഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ രാമമന്ത്രമൊക്കെ അങ്ങനെയാണല്ലോ. രാമമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് സാക്ഷാത്കാരം ലഭിക്കും, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷം ലഭിക്കും എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? ഈ ഒരു കുണ്ടലിനി ശക്തിയെ ഉണർത്താനായിട്ടുള്ള കഴിവ് ആ മന്ത്രത്തിന് ഉണ്ട്. അതുകൊണ്ടാണ്. ബ്രഹ്മശുദ്ധി പാലിക്കുന്നവർക്ക് മാത്രമേ ശബരിമല ദർശനം സാധ്യമാവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് പ്രധാനമായിട്ടും 3 ബുദ്ധികളെ കുറിച്ച് പറയുന്നുണ്ട്. ദേഹബുദ്ധി, ജീവബുദ്ധി, ആത്മബുദ്ധി. അതായത് ദേഹബുദ്ധി എന്നാൽ ഇവിടെ നമുക്കൊരു ദാസ്യഭാവമാണ് കാണാൻ സാധിക്കുക. മാലയിട്ട് കഴിഞ്ഞാൽ അതായത് ശബരിമലയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഭഗവാനെ ഞാൻ അങ്ങയുടെ ദാസനാണ് എന്നൊരു ഭാവമായിരിക്കും നമുക്കുണ്ടായിരിക്കാം. ഇനി ജീവബുദ്ധിയിലേക്ക് വരുമ്പോഴോ നമ്മൾ ഭഗവാന്റെ തന്നെ ഒരു അംശമായിട്ട് സ്വയം മനസ്സിലാക്കാൻ, കാരണം മാലയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഭഗവാനായി എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും, സ്വാമിയാണെന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ലേ? മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ഭയഭക്തി ബഹുമാനങ്ങളൊക്കെ കാണുമ്പോൾ സ്വയം നമ്മൾ ഭഗവാന്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. ഇനി 18 പടി കഴിഞ്ഞ് ഈ വിഗ്രഹത്തെ ദർശിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ആത്മബുദ്ധി, അതായത് അങ്ങ് തന്നെയാണ് ഞാൻ, അങ്ങും ഞാനും ഒന്ന് തന്നെയാണ് എന്നുള്ള ആ ഒരു ബ്രഹ്മതത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് തത്വമസി എന്ന ആ ഉപനിഷത്ത് മന്ത്രത്തിൻ്റെ സാരാംശം എന്താണെന്ന് ഗ്രഹിക്കാൻ, മനസ്സിലാക്കാൻ, അതിനെ തിരിച്ചറിയാൻ ഒരു ഭക്തന് സാധിക്കുന്നത് എപ്പോഴാണ്? ആ ഒരു ദർശനം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ദർശന സമയത്ത് ഈ ഒരു സൗഭാഗ്യം ഭക്തന് ലഭിക്കുന്നുണ്ട്. ഇനി ആർക്കൊക്കെയാണോ, അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ജാതി മത ഭേദമൊന്നുമില്ല, ഏതൊരാൾക്കും അയ്യപ്പനെ കാണാൻ പോകാം. അവിടെ എന്താണ്? ഒരു നിഷ്ഠ മാത്രമേ ഉള്ളൂ, അവനിൽ ഭക്തി ഉണ്ടായിരിക്കണം അല്ലേ? പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞുല്ലോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞുല്ലോ. അപ്പോൾ ഏറ്റവും പ്രധാനം എന്താണ്? ഏതൊരുവനാണോ ഭഗവാനിൽ ഉറച്ച ഭക്തിയുള്ളത് അവന് ഭഗവാനെ കാണാം. ഇനി ഈ ഭഗവാൻ എന്ന് പറയുന്നത് കൽപ്പവൃക്ഷം പോലെയാണ്. അതായത് സകല ജീവരാശികളോടും ഭഗവാന് കാരുണ്യാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ആ ഒരു കാരുണ്യഭാവത്തിലാണ് ഈ ലോകൈകനാഥനായിട്ടുള്ള ബ്രഹ്മസ്വരൂപമായിട്ടുള്ള ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയെല്ലാം ഈ ഒരു അദ്വൈത സിദ്ധാന്തത്തിൻ്റെ സാക്ഷാത്കാരമാണ് നമ്മൾ ശബരിമല ദർശനത്തിലൂടെ നേടേണ്ടത്. അതായത് ഞാനും നീയും ഒന്ന് തന്നെ, നമുക്കിവിടെ ദ്വൈതഭാവങ്ങളില്ല. ദ്വൈതഭാവം എന്ന് വെച്ചാൽ എന്താ? രണ്ടെന്നുള്ള ഭാവമാണ്. അദ്വൈതഭാവം എന്താണ്? അദ്വൈതഭാവം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടും ഒന്നാണ് എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു ശബരിമല ദർശനത്തിലൂടെ സാക്ഷാത്കരിക്കപ്പെടുകയാണ്. അപ്പോൾ വലിയൊരു ജീവിതക്രമം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ വലിയൊരു തത്വം നേടേണ്ടത്, ഒരു ജന്മത്തിൻ്റെ സാക്ഷാത്കാരം എങ്ങനെയായിരിക്കണം എന്നൊക്കെ ആചാര്യന്മാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കർമ്മങ്ങളിലൂടെയെല്ലാം നമ്മൾ ഓരോ നിമിഷവും സഞ്ചരിക്കുമ്പോൾ നമ്മളിൽ ഒരുപാട് വ്യതിയാനങ്ങൾ, നമ്മുടെ മനോതലത്തിലാവട്ടെ, ഇനി ശരീരത്തിലാകട്ടെ, ഒരുപാട് വ്യത്യാസങ്ങൾ, വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇല്ലേ?
ഇതെല്ലാം ഈ മാറ്റങ്ങൾക്കെല്ലാം അവസാനം നമുക്ക് ആ ബ്രഹ്മ സാക്ഷാത്കാരം നേടാനായിട്ടുള്ള യോഗ്യത നേടുകയാണ് നമ്മൾ. ആ 18-ാം പടി ചവിട്ടാനുള്ള യോഗ്യത നേടുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഇത്ര ബുദ്ധിമുട്ടിയിട്ടൊന്നും എനിക്ക് അയ്യപ്പനെ കാണണ്ട എന്നുള്ള രീതിയിലല്ല നമ്മളിതിനെ കാണേണ്ടത്. നമ്മുടെ ആഗ്രഹം തീവ്രമാണെങ്കിൽ, ഭക്തി ശുദ്ധമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ബ്രഹ്മ സാക്ഷാത്കാരം ഈ ജന്മത്തിൽ തന്നെ നേടിയെടുക്കാൻ സാധിക്കും. ഇതിൽ പരം മറ്റെന്താണ് ഒരു ഭക്തന് വേണ്ടത്? മറ്റെന്തെങ്കിലും വേണോ? നമ്മുടെ യഥാർത്ഥ ജന്മോദ്ദേശം തന്നെ ആ ഭഗവാനുമായിട്ട് ഒരു സംയോഗം ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ അതിന് എല്ലാ ജീവാത്മാക്കൾക്കും സാധ്യമാവട്ടെ. അതിന് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. മണ്ഡലം കഴിയാണ്. എനിക്കറിയാം, ഞാൻ ഒരുപാട് നേരം വൈകി ഇത് പറയാനായിട്ട്. പക്ഷേ ഇനി അടുത്ത മണ്ഡലകാലങ്ങളും വരുന്നുണ്ടല്ലോ. നമുക്ക് സ്വയമേവ മനസ്സിനെയും ശരീരത്തെയും അതിനു വേണ്ടി തയ്യാറാക്കാം. ആ ഒരു ബ്രഹ്മസായുജ്യം നേടാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സ്വയം അതിനു വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പരിഭാഗപ്പെടുത്താനായിട്ടുള്ള ഒരു സമയമായിട്ട് ഇതിനെ കണക്കാക്കാം. എല്ലാവർക്കും അതിന് സാധ്യമാവട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാം ആ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് എൻ്റെ മാത്രമാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.